അഡോബ് ക്യാമറ റോയിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ് ബ്ലെമിഷസ് റിമൂവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ. ഇതിനു മുമ്പ് നമുക്ക് റീടച്ചിങ്ങിന് വേണ്ടിയിട്ടൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് പിമ്പിൾസ് അല്ലെങ്കിൽ ഫ്രിക്കിൾസ്, കറുത്ത പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം സമയമെടുത്ത് ഹീലിംഗ് ബ്രഷ്, പാച്ച് ടൂള് അല്ലെന്നുണ്ടെങ്കിൽ ക്ലോൺ സ്റ്റാമ്പ് ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ സമയമെടുത്തിട്ടാണ് അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമുക്കിപ്പോൾ ഒറ്റ ക്ലിക്കിൽ തന്നെ ഈ ഒരു ഫ്രിക്കിൾസ് അതുപോലെ പിമ്പിൾസൊക്കെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂളാണ് വന്നിരിക്കുന്നത്. ക്യാമറ റോയുടെ 18.5 എന്ന് പറഞ്ഞിട്ടുള്ള വേർഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. ക്യാമറ റോ പഴയത് ഉപയോഗിക്കുന്ന ആൾക്കാർ അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആ ഒരു ഫീച്ചർ എങ്ങനെയാണ് ക്യാമറ റോയിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസിൽ എങ്ങനെയാണ് എഫിഷ്യൻ്റായിട്ട് ഈ ഒരു ഫീച്ചർ അപ്ലൈ ചെയ്യാൻ പറ്റുക, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫോട്ടോ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു മോഡലിൻ്റെ ഫേസിൽ നോക്കിക്കഴിഞ്ഞാൽ പിമ്പിൾസ് അതുപോലെ തന്നെ ഫ്രിക്കിൾസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് എങ്ങനെയാണ് ഒറ്റ ക്ലിക്കിൽ നമുക്ക് റിമൂവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ക്യാമറ റോയിലേക്ക് വരിക. ക്യാമറ റോയിൽ ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളത് റിമൂവ് ടൂൾ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു മൂന്നാമത്തെ ടൂളിലാണ്. റിമൂവ് ടൂള് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഇവിടെ ഡിസ്ട്രാക്ഷൻ റിമൂവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ കാണാം. അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് റിഫ്ലക്ഷൻസ്, പീപ്പിൾ, ബ്ലെമിഷസ്, ഡസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 4 സബായിട്ടുള്ള സെക്ഷനുകൾ കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് മൂന്നാമത്തെ ഈ ഒരു സെക്ഷനാണ് ബ്ലെമിഷസ് റിമൂവൽ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ. ഇതിന് മുമ്പുള്ള റിഫ്ലക്ഷൻസ് അതുപോലെ പീപ്പിൾ റിമൂവലൊക്കെ നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ആ ഒരു ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കി പഠിക്കുക. ബ്ലെമിഷസ് റിമൂവിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ഒരു അപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ കാണാം. ജസ്റ്റ് ഈ ഒരു അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് നമ്മുടെ മോഡലിൻ്റെ ഫേസ് അനലൈസ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ ആ ഫേസിലുള്ള പിമ്പിൾസ് അതുപോലെ തന്നെ ഈ ഒരു ഫ്രിക്കിൾസ്, മോൾസ് ഇതൊക്കെ അവിടുന്ന് റിമൂവ് ആകുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ആ ഫേസ് ഇപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട്. ആ ഫേസിലുള്ള ഫ്രിക്കിൾസ് അതുപോലെ പിമ്പിൾസ് ഒക്കെ റിമൂവ് ആയിരിക്കുന്ന കാണാനായിട്ട് സാധിക്കും. നമുക്കതിൻ്റെ ബിഫോർ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐ സിമ്പിളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നമുക്കതിൻ്റെ ബിഫോർ ആഫ്റ്റർ കാണാനായിട്ട് സാധിക്കും. ഇവിടെ 2 സ്ലൈഡറുകളാണുള്ളത്. ഒന്ന് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ലൈഡറും ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ലൈഡറും. രണ്ടും 2 കാര്യങ്ങൾക്കായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസിൻ്റെ എമൗണ്ട്. വലിയ പിമ്പിൾസുകൾ കാണാം, വലിയ കറുത്ത പാടുകൾ കാണാം, അതുപോലെ ചെറിയ പിമ്പിൾസും ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു പിമ്പിൾസിൻ്റെ വലിപ്പം അനുസരിച്ച് അതിനെ നമുക്ക് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂളാണ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടൂള്. ഇത് 100% നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തുള്ള പിമ്പിൾസ്, ബ്ലെമിഷസ് ഒക്കെ 100% ആയിട്ട് റിമൂവ് ആകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഒരു എമൗണ്ട് സ്ലൈഡർ പതിയെ മാറ്റി കാണിച്ചു തരാം. ഇപ്പോൾ അത് 0-യിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഫേസിലുള്ള ആ ഒരു പിമ്പിൾസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ പിമ്പിൾസും ഇപ്പോൾ ഫേസിലുണ്ട്. ഞാനിത് മാറ്റുന്നതിനനുസരിച്ച് ഇവിടെ ആദ്യം റിമൂവ് ആകുന്നത് വലിയ വലിയ പിമ്പിൾസ് ആയിരിക്കും. അതിനുശേഷം പതുക്കെ പതുക്കെ ചെറിയ പിമ്പിൾസിലേക്ക് പോകും. അപ്പം നമുക്ക് ഈ പിമ്പിൾസിൻ്റെ ക്വാണ്ടിറ്റി അല്ലെന്നുണ്ടെങ്കിൽ എമൗണ്ട് എത്രമാത്രം റിമൂവ് ചെയ്യണം എന്ന് കൺട്രോൾ ചെയ്യുന്ന സ്ലൈഡറാണ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ലൈഡർ. അപ്പോൾ ഈ ഒരു സ്ലൈഡറിലുള്ള പോയിന്റർ ഞാൻ പതിയെ മാറ്റി തുടങ്ങുകയാണ്. ഞാനൊന്ന് കുറച്ചൊന്ന് അതൊന്ന് മൂവ് ചെയ്ത് മുമ്പിലേക്ക് മാറ്റുകയാണ്. നോക്കുക, അപ്പോൾ ആ സമയത്ത് അവിടെ മാറുന്നത് വലിയ വലിയ പിമ്പിൾസ് ആണ് ആദ്യമേ റിമൂവ് ആകുന്നത്. നോക്കുക, ആ ഒരു വലിയ വലിയ പിമ്പിൾസ് അവിടുന്ന് റിമൂവ് ആകുന്നു. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെയുള്ള പിമ്പിൾസ്, വലിപ്പമുള്ള പിമ്പിൾസ് റിമൂവ് ആകുന്നു. അതിനുശേഷമായിരിക്കും ചെറിയ പിമ്പിൾസ് എല്ലാം റിമൂവ് ആകുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ പിമ്പിൾസിനെ എത്രമാത്രം റിമൂവ് ആകണം എന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ലൈഡറാണ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ലൈഡർ. ഇനി ഫുൾ പിമ്പിൾസും നമുക്ക് റിമൂവ് ആണെന്നുണ്ടെങ്കിൽ ഇത് 100%ലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇനി കുറച്ച് പിമ്പിൾസ് മാത്രം ഒരു ഫേസിൽ ഉണ്ടാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് സ്ലൈഡർ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിമ്പിൾസിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ബ്ലെമിഷസിൻ്റെ എമൗണ്ട് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ലൈഡറാണ് ഈ ഒരു സ്ലൈഡർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ആ ഒരു സ്ലൈഡറാണ് ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ലൈഡർ. ഫെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിന് താഴെ നമുക്ക് ഒരു ടെക്സ്റ്റ് കാണാനായിട്ട് സാധിക്കും. കൺട്രോൾസ് ദ വിസിബിലിറ്റി ഓഫ് മോൾസ്, ഫ്രിക്കിൾസ് എക്സെട്ര. അതായത് നമുക്ക് ജന്മന ഉള്ള ബർത്ത് മാർക്കുകൾ
മറുകുകൾ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെർമനന്റ് ആയിട്ട് നമ്മുടെ ഐഡന്റിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുകയും ചെയ്യാം. അപ്പം അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ലൈഡർ ഉള്ളത്. ഇപ്പം ഈ ഒരു ഫേസിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മറുക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു മറുക് ഇവിടുന്ന് റിമൂവ് ആയിട്ടില്ല. ടെമ്പററി ആയിട്ട് ഫേസിൽ വന്നു പോകുന്ന പിമ്പിൾസ് അല്ലെങ്കിൽ ബ്ലെമിഷസ് ഒക്കെയാണ് ഇപ്പോൾ റിമൂവ് ആയിരിക്കുന്നത്. അപ്പം അതിനെ നമ്മൾ കൺട്രോൾ ചെയ്തത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ഈ ഒരു എമൗണ്ട് സ്ലൈഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്തത്. അതേസമയം പെർമനന്റ് ആയിട്ട് നമ്മുടെ ബർത്തിലൂടെ കിട്ടിയിരിക്കുന്ന മറുകുകൾ, മോൾസ്, ഫ്രിക്കിൾസ് ഒക്കെ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഫെയ്ഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്കൊരു മറുക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു മറുക് അവിടുന്ന് റിമൂവ് ആകുന്നത് കാണാനായിട്ട് സാധിക്കും. നോക്കുക, ആ ഒരു മറുകും അവിടുന്ന് റിമൂവ് ആയിരിക്കുകയാണ്. അപ്പോൾ പിമ്പിൾസും ബ്ലെമിഷസും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള പെർമനൻ്റ് ആയിട്ടുള്ള മാർക്കുകളും നമുക്ക് ഈ രീതിയിൽ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ലൈഡർ ഞാൻ 0യിലേക്ക് കൊണ്ടുവരികയാണ്. നോക്കുക, ഇപ്പോൾ ആ മറുക് ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇതിനെ കൂടാതെ തന്നെ ഇവിടെ ഈ ഒരു ഫേസിൽ 2-3 സ്ഥലത്തും കൂടെ ചെറിയ ചെറിയ മറുകുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മറുകുകളെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും. ഞാനിത് പതിയെ നീക്കാനായിട്ട് പോവുകയാണ്. ഞാനിത് മൂവ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് നമ്മുടെ ബോഡിയെ ഡിസ്ട്രാക്ട് ചെയ്ത് നിൽക്കുന്ന മറുകുകളായിരിക്കും ആദ്യം ഫെയ്ഡായി തുടങ്ങുക. അതിനുശേഷമായിരിക്കും വലിയ മറുകുകൾ ഫെയ്ഡായി തുടങ്ങുക. നോക്കുക, ഞാനിത് മാറ്റുന്ന സമയത്ത് ഈ മറുകുകളൊക്കെ ഫെയ്ഡായിട്ട് തുടങ്ങുന്നുണ്ട്. അത് ഞാൻ 100%ലേക്ക് വരുന്ന സമയത്ത് മറ്റുള്ള മറുകുകളും എല്ലാം ഫെയ്ഡായി അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫ്രിക്കിൾസ് അതുപോലെ തന്നെ ബർത്ത് മാർക്സിനെയൊക്കെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇനി പിമ്പിൾസും അതുപോലെ തന്നെ ബ്ലെമിഷസും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ലൈഡറിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൃത്യമായിട്ട് അതിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി 1-2 ഓപ്ഷനുകളും കൂടെ ഉണ്ട്, അത് ഞാനിന്ന് പരിചയപ്പെടുത്താം. ഇതായിരുന്നു ആ പിക്ചറിൻ്റെ ബിഫോർ എന്ന് പറയുന്നത്. നമ്മൾ പിമ്പിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ആ ഒരു ഫേസാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി അടുത്ത 1-2 എക്സാമ്പിൾ കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മോഡലിൻ്റെ ഫേസ് നിങ്ങൾ നോക്കുക. ഫ്രിക്കിൾസ് ഉണ്ട്, മോൾസ് ഉണ്ട്, അതുപോലെ തന്നെ പിമ്പിൾസ്, ചെറിയ പിമ്പിൾസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ പിമ്പിൾസിൻ്റെ എമൗണ്ട് ഞാനൊന്ന് കുറയ്ക്കുവാണ്. നോക്കുക, ആ പിമ്പിൾസ് എല്ലാം അവിടുന്ന് റിമൂവ് ആകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മോൾസ്, ഈ നിൽക്കുന്ന മോളുകൾ അല്ലെങ്കിൽ ഫ്രിക്കിൾസ്, ഇത് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. അത് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ മോൾസ് ഫെയ്ഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 100%ലേക്ക് വെക്കുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും അവിടുന്ന് ഫെയ്ഡ് ആവുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ഇതിൻ്റെ പ്രീവിയസ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ ഒരു ഫേസിലുള്ള പിമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആഫ്റ്റർ നോക്കിക്കഴിയുന്ന സമയത്ത് നമ്മളത് പെട്ടെന്ന് റിമൂവ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ആ ബർത്ത് മാർക്കുകൾ അതേപോലെ തന്നെ റീറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫെയ്ഡ് സെക്ഷനിൽ പോയതിന് ശേഷം നമുക്ക് അത് 0യിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇതാ ബർത്ത് മാർക്കുകളാണ്, അവരുടെ ഐഡൻറ്റിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോൾസ് ഇതുപോലെ തന്നെ ആ ഒരു ബർത്ത് മാർക്കുകളൊക്കെ റീറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ലൈഡറിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഈ ഒരു പിമ്പിൾസ് ഒക്കെ എവിടെയാണ് ഉണ്ടായിരുന്നത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഷോ ഓവർലേ ഓൺ ഹോവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൗസ് ആ ഒരു ഫേസിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എവിടെയൊക്കെ ആയിരുന്നു നമുക്ക് ആ പിമ്പിൾസ് ഉണ്ടായിരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 2 ഓപ്ഷൻസും നമ്മൾ കൺട്രോൾ ചെയ്തതിന് ശേഷം നമുക്ക് തോന്നുവാണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പിമ്പിൾ വീണ്ടും നമുക്ക് റിമൂവ് ചെയ്യണമായിരുന്നു എന്ന് തോന്നുവാണ്. അപ്പം അതിനെ നമുക്ക് പോയിന്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇവിടെയുണ്ട്. അപ്പം അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഉദാഹരണത്തിന് ഈ ഒരു നെക്കിലുള്ള ഈ ഒരു കറുത്ത പാട് നമുക്കൊന്ന് മാറ്റണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ മാത്രം നമുക്കൊന്ന് സ്പെസിഫൈ ചെയ്ത് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് റിഫൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം റിമൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റിഫൈൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയൊക്കെയാണ് ഫേസിൽ ആ ഒരു പിമ്പിൾസ് ഉള്ളതെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരും. അതിനുശേഷം റിമൂവ് ക്ലിക്ക് ചെയ്യുക. റിമൂവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റേണ്ട ആ ഒരു പിമ്പിളിൽ മാത്രം ഒന്ന് ക്ലിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു അപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ആ ഒരു പിമ്പിൾ അവിടുന്ന് അത് മാത്രമായിട്ട് മാറിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മൾ സ്പെസിഫൈ ചെയ്ത ആ ഒരു പിമ്പിളിനെ കൃത്യമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു പിമ്പിളിനെ മാത്രമായിട്ടും നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അത് തിരിച്ചു കൊണ്ടുവരണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും റിഫൈൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റീസ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഉണ്ട്. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് പിമ്പിളാണ് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് അവിടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക.
ആ സമയത്ത് അത് തിരിച്ചു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന പിമ്പിളിനെ റിമൂവ് ചെയ്യാനും ഈ രീതിയിൽ റീസ്റ്റോർ ചെയ്യാനും സാധിക്കും എന്നുള്ളത് അഡീഷണൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഫീച്ചറാണ്. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ഫീച്ചർ എങ്ങനെയാണ് ഗ്രൂപ്പ് ഫോട്ടോയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. നോക്കുക, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 2 വ്യക്തികളുള്ള ഒരു ഫോട്ടോയാണ്. ഒന്നിൽ കൂടുതൽ ആളുകളുള്ള ഫോട്ടോകളാണെങ്കിൽ പോലും അവരെ ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം പ്രത്യേകമായിട്ട് നമുക്ക് ഓരോരുത്തരെയും പോയിന്റ് ചെയ്തുകൊണ്ട് അവരുടെ ബ്ലെമിഷസ് പിമ്പിൾസ് ഒക്കെ നമുക്ക് മാറ്റുന്നതിനായിട്ട് സാധിക്കും. ഞാനിവിടെ ബ്ലെമിഷസിൽ അപ്ലൈ കൊടുക്കുന്ന സമയത്ത് ആ ഒരു 2 ഫേസുകളും അവിടെ അനലൈസ് ചെയ്തതിന് ശേഷം അവരുടെ ഫേസിലുള്ള പിമ്പിൾസ് കൃത്യമായിട്ട് റിമൂവ് ചെയ്യും. അതിനുശേഷം നമുക്ക് ആരുടെയെങ്കിലും ഫേസിൽ വീണ്ടും നമുക്ക് പോയിന്റ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അപ്ലൈ ക്ലിക്ക് ചെയ്ത സമയത്ത് നമ്മുടെ മോഡലുകളുടെ ഫേസ് അനലൈസ് ചെയ്യപ്പെടുകയും ആ ഒരു ഒറ്റ ക്ലിക്കിൽ തന്നെ അവരുടെ ഫേസിലുള്ള ഡിസ്ട്രാക്ഷൻസ് മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ആ ഒരു ഫോട്ടോയിൽ ഉണ്ടായിരുന്ന 2 വ്യക്തികളെയും ഇവിടെ അനലൈസ് ചെയ്തിട്ട് ഡിറ്റക്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പേഴ്സൺ 1 പേഴ്സൺ 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 പേരുടെയും ഫേസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ഒന്നാമത്തെ ആളുടെ ഫേസ് നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അയാളുടെ ഒരു ഫേസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ എമൗണ്ട് അതുപോലെ തന്നെ ഫെയ്ഡ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒന്നാമത്തെ വ്യക്തിയുടെ ഫേസിലായിരിക്കും മാറ്റങ്ങൾ സംഭവിക്കുക. ഇനി രണ്ടാമത്തെ ആളുടെ ഫേസിലാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആളുടെ ഫേസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എമൗണ്ടും ഫെയ്ഡും കൺട്രോൾ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ ആളുടെ ഫേസിലായിരിക്കും മാറ്റങ്ങൾ വരിക. അപ്പോൾ നമുക്ക് ഓരോരുത്തരെയും സ്പെസിഫൈ ചെയ്ത് അവരുടെ ഫേസിൽ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോകളിൽ വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഞാനൊന്ന് കാണിച്ചു തരാം. ഒന്നാമത്തെ ആളുടെ ആ ഒരു ഫേസിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ എമൗണ്ടിലേക്ക് വരുന്നു, അത് ഞാൻ 0 ആക്കുകയാണ്. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഫേസിലുള്ള ആ ഒരു പിമ്പിൾസും ബ്ലെമിഷസും ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഞാനത് പതിയെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഫേസിൽ മാത്രമായിരിക്കും മാറ്റങ്ങൾ സംഭവിക്കുക. നോക്കുക, ആ പിമ്പിൾസ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട്. അത് കുറഞ്ഞ് അത് 100% വെക്കുന്ന സമയത്ത് അത് ഇല്ലാതാകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി എന്തെങ്കിലും ബർത്ത് മാർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെയ്ഡ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം. ഇവിടെ ഒരു ബർത്ത് മാർക്കുകൾ കാണുന്നുണ്ട്. ആ ഒരു മാർക്കുകൾ നമുക്ക് ഫെയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫെയ്ഡ് സ്ലൈഡറിൽ നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇനി അത് മാറ്റണ്ട എന്നുണ്ടെങ്കിൽ അത് 0 കൊണ്ടുവന്ന് നിങ്ങൾക്കത് പൊസിഷൻ ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ആളുടെ ഫേസിൽ ഉള്ള ഡിസ്ട്രാക്ഷൻസ് ആണ് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആളുടെ ആ ഒരു ഫേസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ ഈ എമൗണ്ട് 0 കൊടുക്കുന്നു. ആ സമയത്ത് നോക്കുക, ആ ഒരു രണ്ടാമത്തെ വ്യക്തിയുടെ ഫേസിലുള്ള പിമ്പിൾസ് എല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. അത് ഞാൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എമൗണ്ട് സ്ലൈഡർ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, വലിയ വലിയ പിമ്പിൾസ് ഒക്കെ ആദ്യം റിമൂവ് ആയി, അതിനുശേഷം ചെറിയ പിമ്പിൾസ് റിമൂവ് ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോയിലുള്ള ഓരോ വ്യക്തികളെ നമുക്ക് കേന്ദ്രീകരിച്ചും വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ക്യാമറ റോയിൽ വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ക്രോൺ സ്റ്റാമ്പ് അല്ലെന്നുണ്ടെങ്കിൽ സ്പോട്ട് ഹീലിംഗ് ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പിമ്പിൾസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പാച്ച് പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബ്ലെമിഷസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ വന്നതോടുകൂടി നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ആ ഒരു സ്കിൻ ടെക്സ്ചർ തന്നെയാണ് അവിടെ റീപ്ലേസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റീടച്ചിങ് ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ക്യാമറ റോ 18.5 വന്നിരിക്കുന്നത്. എല്ലാവരും ക്യാമറ റോ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫീച്ചർ ചെയ്ത് നോക്കുക.